ഈവൻ ഒരു നീഷ് കമ്പനിയാണ് ഈ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നെങ്കിൽ അവർ മിനിമം ഒരു 10-15,000 രൂപ അവർ ഈടാക്കിയേനെ. ആ രീതിയിലുള്ള ജ്യൂസ് ക്വാളിറ്റിയാണ് ഇതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ കൈ കിട്ടണമായിരുന്നു, അടിച്ച് കാലക്ക് കൈ കൊടുത്തേനെ ഇല്ലടാ. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള 1-2 പേര് തുടർച്ചയായിട്ട് പേഴ്സണലി എന്നോട് പറഞ്ഞൊരു പെർഫ്യൂമാണ് ബ്രിയോണി. ഈ ഒരു ബ്രാൻഡ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം, അവിടെ കുറച്ച് പെർഫ്യൂംസ് ഉണ്ട്, അത് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്തൊരു സാധനമാണ് ബ്രിയോണി EDP ഇൻറ്റൻസ്. അപ്പം ഇതിനെക്കുറിച്ച് ഒന്ന് പഠിച്ചപ്പോഴാണ് എല്ലാവരും ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ കാണുന്ന പലരും ഭയങ്കര ഹൈപ്പ് കൊടുത്തിട്ടുണ്ട് ഈ പെർഫ്യൂം. അവരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫ്യൂം ആണെന്നൊക്കെയാണ് പറയുന്നത്. ഇതൊരു ഡിസൈനർ ബ്രാൻഡ് ആണെങ്കിൽ പോലും ഇതിന്റെ മണവും ക്വാളിറ്റിയും ബോട്ടിലും എല്ലാം നീഷിനെ കടത്തി വിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇപ്പം നെഗറ്റീവായിട്ടൊന്നും കാണുന്നില്ല, എല്ലാം പോസിറ്റീവ്. ഇപ്പോൾ ഫ്രാഗ്രൻറ്റൊക്കെ നോക്കിയിട്ടും പോസിറ്റീവ് ആയിട്ടുള്ള കമൻസ് ആണ് കൂടുതൽ. പിന്നെ യൂസ് ചെയ്യുന്നവരോട് ചോദിച്ചപ്പോഴും അവരും ബാക്കപ്പായിട്ട് 1-2 ബോട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇത്ര പ്രത്യേകത എനിക്കൊന്നും അറിയില്ല. ഞാൻ വാങ്ങി ട്രൈ ചെയ്തിട്ടില്ല, നോട്ടും കാര്യങ്ങളും ജസ്റ്റ് നോക്കിയേ ഉള്ളൂ. നോട്ട് നോക്കിയിട്ടൊന്നും ഒരു പെർഫ്യൂം നമുക്ക് വാങ്ങാനും പറ്റില്ല. ആൾക്കാരുടെ അഭിപ്രായമുണ്ട്. പല യൂട്യൂബ് റിവ്യൂ ചെയ്യുന്ന, ഞാൻ ഫോളോ ചെയ്യുന്ന പലരും നല്ല ഹൈപ്പ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് മാത്രം വാങ്ങിയ ഒരു സാധനമാണ് ബ്രിയോണി EDP ഇൻറ്റൻസ്. ജസ്റ്റ് ഇതൊന്ന് ഞാൻ അൺബോക്സ് ചെയ്യുന്നുള്ളൂ, എനിക്ക് മണോ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അടുത്തത് ഞാനൊന്ന് ട്രൈ ചെയ്തിട്ട് എന്താ വ്യക്തമായിട്ട് ഞാൻ പറയാം. ഓക്കെ, ഇതാണ് ബോക്സ് വരുന്നത്. പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ബോട്ടിൽ ഡിസൈനാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തു. പൊട്ടിച്ചിട്ട് പോലുമില്ല, എന്താണ് മണോ എനിക്കറിയില്ല. ഇവിടെ ബ്രിയോണിയുടെ ലോഗോ കാണാം. ബോട്ടിലുള്ള കേട്ടോ, ബോട്ടില് നല്ല പ്രീമിയം ബോട്ടിൽ. ബോട്ടിലെ ക്വാളിറ്റി ആയിട്ടില്ലേ, ഭാരമുണ്ട്. ക്യാപ്പ് പ്ലാസ്റ്റിക് മാഗ്നറ്റിക് ക്യാപ്പ്. ബോട്ടിൽ ഭയങ്കര പ്രീമിയം എടുക്കുന്നത്, ഭയങ്കര സ്ലീക്ക് ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഡിസൈൻ. അതെ, ഇവിടെ കോൾഡ് വാട്ടർ കുറെ കൂടി നീഷാക്കിയുള്ള ഒരു ബോട്ടിൽ ഡിസൈൻ. താഴെ ബാഷ് കോഡും കാര്യങ്ങളും. നോട്ടൊന്നും വായിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഓപ്പണിംഗിൽ നല്ല ഫ്രഷ് ആയിട്ട് ഗ്രീൻ ആപ്പിളിന്റെ മണവും ഫ്രഷ് സ്മെല്ലും ഉണ്ട് ഇതിൽ. ടോപ്പ് നോട്ടിൽ ഞാനിതൊന്നും നോട്ട് വായിക്കാതെ പറയാണ്, ഓപ്പണിംഗിൽ കിട്ടിയത് ഫ്രഷ് മണവും പിന്നെ ഗ്രീൻ ആപ്പിൾ. ഇത് ഡിസൈനർ പെർഫ്യൂം ആണോ? അത് സ്മെല്ല് ചെയ്തിട്ട് ഡിസൈനർ പെർഫ്യൂം ആയിട്ട് തോന്നുന്നില്ല. ഒരു നീഷ് മണം, ഒരുപാട് നോട്ടുകൾ പിറകിൽ പോകുന്നുണ്ട്. അതിന് വിശദമായിട്ട് ഇനി ഒന്ന് മനസ്സിരുത്തുന്ന ആദ്യം വലിച്ചിട്ട് വേണം പറയാൻ. ഓക്കെ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഇംപ്രഷൻ ഡിസൈനർ പെർഫ്യൂം ആയിട്ട് തോന്നുന്നില്ല, ഒരു നീഷ് ടോപ്പ് ക്ലാസ് പെർഫ്യൂം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആദ്യത്തെ ഇംപ്രഷൻ അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരട്ടെ, ബാക്കി കാര്യങ്ങൾ ട്രൈ ഓണം മിഡിൽ നോട്ടൊക്കെ എത്തിയിട്ട് ബാക്കി ഞാൻ അടുത്ത പാർട്ടിൽ പറയാം, ലോഞ്ചിവിറ്റി കാര്യങ്ങൾ പറയാം. ബ്രിയോണി EDP ഇൻറ്റൻസ് ഇതിൻ്റെ ഒരു ആദ്യത്തെ പാർട്ട് ഞാൻ എടുത്തു, ഇനീഷ്യൽ ഇംപ്രഷൻ. അതിൽ പെർഫ്യൂമിൻ്റെ മണത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ട്രൈ ചെയ്തിട്ട് ബാക്കി പറയാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ട്രൈ ചെയ്തു, 2-3 ദിവസം ഞാൻ ഇത് അപ്ലൈ ചെയ്തു. അതിൻ്റെ അനുഭവമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ബ്രിയോണി എന്നുള്ള ഹൗസ് ഞാനത് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ബ്രിയോണി ഒരു ഡിസൈനർ ബ്രാൻഡാണ്. മെയിനായിട്ട് ടൈലറിങ്, കോട്ട്, ബ്ലേസർ, അതുപോലുള്ള തുണിത്തരങ്ങൾ, വസ്ത്രങ്ങളുടെ ഒരു ടൈലറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു നീഷ് എന്ന് പറയുന്നത് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നീഷായിട്ടുള്ള ഒരു ബ്രാൻഡാണ്. പക്ഷെ പെർഫ്യൂം ഡിസൈനറാണ്. വളരെ ഫേമസ് ആണ് ഇവരുടെ കോട്ടും ഇവരുടെ തയ്യലും കാര്യങ്ങളൊക്കെ. പല സെലിബ്രിറ്റികളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്, അവരുടെ ഒരു ബ്രാൻഡാണ്, അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രാൻഡാണ് ബ്രിയോണി. ഇവരുടെ ഒരു പെർഫ്യൂം പലപ്പോഴും കണ്ടിട്ടുണ്ട്, അങ്ങനെ വാങ്ങണമെന്ന് തോന്നിയിട്ടില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഒരു പ്രീസ്റ്റ് അദ്ദേഹത്തോട് പറഞ്ഞു, എടാ നീ ഈ സാധനം നീ ട്രൈ ചെയ്യണം, നീഷൊക്കെ റിവ്യൂ ചെയ്യുന്ന ഒരാളല്ലേ, റഡാറിൽ പെടാത്ത ഒരു ഐറ്റം ഉണ്ട്. ഇപ്പം ഇദ്ദേഹത്തിന് അത്യാവശ്യം പെർഫ്യൂമിനെ കുറിച്ച് നോളജ് ഉണ്ട്, നോട്ടുകളും കാര്യങ്ങളൊക്കെ അറിയാം, പല ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ റിവ്യൂ കാണുന്ന ഒരാളാണ്. അപ്പം എന്നോട് അങ്ങനെ ഒന്ന് പെട്ടെന്ന് അങ്ങനെ സജഷൻ ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ എന്നോട് അന്ന് പറഞ്ഞപ്പോൾ രാത്രിയിൽ എന്നോട് അങ്ങനെ ഒരു കാര്യം സൂചിപ്പിച്ചപ്പോൾ ഞാൻ വിചാരിച്ചോണം വാങ്ങണം. അപ്പം എന്നോട് പറഞ്ഞത് അദ്ദേഹം വാങ്ങിയത് US നിന്നാണ്. US ഇതിന് വിലക്കുറവാണ്, നമ്മുടെ നാട്ടിൽ വില കൂടുതലാണ്. അപ്പം അദ്ദേഹം US ഫ്രണ്ടിനെ കൊണ്ട് ഓർഡർ ചെയ്യിപ്പിച്ച് നാട്ടിൽ വന്നപ്പോൾ വാങ്ങിയെന്നാണ് പറഞ്ഞത്. അപ്പം ഞാനിത് ഇവിടെ നിന്ന് എനിക്ക് ഒപ്പിക്കാൻ പറ്റുന്ന സോഴ്സിൽ നിന്ന് വാങ്ങി ട്രൈ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ, ഞാൻ വാങ്ങാൻ വൈകിപ്പോയി എന്നെനിക്ക് തോന്നിയ ഒരു പെർഫ്യൂമാണ്. അത് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് ബ്രിയോണി EDP ഇൻറ്റൻസ്. ഈവൻ ഒരു നീഷ് കമ്പനിയാണ് ഈ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നെങ്കിൽ അവർ മിനിമം ഒരു 10-15,000 രൂപ അവർ ഈടാക്കിയേനെ. ആ രീതിയിലുള്ള ജ്യൂസ് ക്വാളിറ്റിയാണ് ഇതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ കൈ കിട്ടണമായിരുന്നു, അടിച്ച് കാലക്ക് കൈ കൊടുത്തേനെ ഇല്ലടാ. ഒരു വാവ് ഫാക്ടർ തരുന്ന ഒരു പെർഫ്യൂം. എനിക്ക് ഈ അടുത്ത കാലത്ത് ട്രൈ ചെയ്തതിൽ അല്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു പെർഫ്യൂമായിട്ടാണ് ബ്രിയോണി EDP ഇൻറ്റൻസ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെയാണ് ഈ പെർഫ്യൂമിനെ കുറിച്ച് എനിക്ക് അറിയാൻ കഴിയുന്നത്. ഞാൻ ആദ്യം ഉപയോഗിച്ച അന്ന് തന്നെ എനിക്ക് 3 കോംപ്ലിമെന്റ് കിട്ടി. അത് വീട്ടിൽ നിന്ന് തന്നെയാണ്, അത് ഞാൻ പറയാം വ്യക്തമായിട്ട്. ഇനി ഇതിന്റെ നോട്ട് സെൻ പ്രൊഫൈൽ സിട്രസ്, ഫ്രൂട്ടി, ഊതൊക്കെ പേരിനെ ഉള്ള, ഊതിന് മണമൊന്നുമില്ല.
വാം സ്പൈസി, ഫ്രഷ് സ്പൈസി, വാനില, ഫ്രഷ്, ഗ്രീൻ, പച്ചൂളി, ആംബർ. അല്പം സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു DNA ആണ്, പക്ഷേ എങ്കിലും അമേസിംഗ് ആണ്. അതായത് നമുക്ക് നോട്ട് വായിക്കുമ്പോൾ അല്പം ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് തോന്നും. ഇതിൽ നല്ലപോലെ നമുക്ക് ആ ട്രാൻസിഷൻ അറിയാൻ പറ്റും. ചില പെർഫ്യൂം അടിക്കുന്ന നേരത്തേക്കുള്ള മണം തന്നെ ആയിരിക്കും, ഡ്രൈഡ് ഓണിലും ആ മണം തന്നെ ആയിരിക്കും. പക്ഷേ ബ്രിയോണി EDP ഇൻറ്റൻസിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഓപ്പണിങ്ങിലെ മണവും ഡ്രൈഡ് ഓണും തമ്മിൽ ഒരു ബന്ധമില്ല, വ്യത്യസ്തങ്ങളായിട്ടുള്ള മണം. ഒരിക്കലും നമുക്ക് ആദ്യം ഉപയോഗിച്ച പെർഫ്യൂം തന്നെയാണോ എന്ന് തോന്നത്തേയില്ല. 2 പെർഫ്യൂമേഴ്സാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. പേരൊന്നും എനിക്ക് കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഇനിയിപ്പോൾ നോട്ടിനെ കുറിച്ച് പറയാം. ടോപ്പ് നോട്ടിൽ കൊടുത്തിരിക്കുന്നത് ഇറ്റാലിയൻ ടാങ്കറിൻ, കലാബ്രിയൻ ബെർഗമോ, പിങ്ക് പെപ്പർ. മിഡിൽ നോട്ടിൽ ഗ്രീൻ ആപ്പിൾ, സാഫ്രോൺ, പച്ചോളി. ബേസ് നോട്ടിൽ അഗർവുഡ്, വാനില, ആംബ്രോക്സൺ. ഇത്രയാണ് ഇതിൻ്റെ നോട്ട് വരുന്നത്. നോട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഈ പെർഫ്യൂം. അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്, എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു മാസ് അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു DNA കൂടെയാണ്. ട്രൈ ചെയ്യാം. ഓപ്പണിങ്ങിൽ പറഞ്ഞ വിശ്വസിക്കില്ല, ഓപ്പണിങ്ങിൽ നല്ല ജ്യൂസി സിട്രസി സ്മെൽ വിത്ത് ഗ്രീൻ ആപ്പിൾ. പഴുത്ത ഗ്രീൻ ആപ്പിളിൻ്റെ മണവും സിട്രസ് സ്മെല്ലും, ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഉള്ള സ്വീറ്റ് ഫ്രൂട്ടി ഓപ്പണിംഗ് ആണ് ഇതിന്. നല്ല അടിപൊളി യൂണിക്കാണ് ഈ പെർഫ്യൂം. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഇത് റഡാറിൽ പെടാത്തൊരു ഐറ്റം. ഇതൊക്കെ കൊണ്ടിട്ടാണ് ഈ പെർഫ്യൂം ഇത്ര ഹൈപ്പ് വരാൻ കാരണം. നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ ഹൈപ്പ് കൊടുക്കുന്നുണ്ട്. അതും ഇപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണിത്. ഓപ്പണിങ്ങിൽ നമുക്ക് കിട്ടുന്നത് ബെർഗാമോ ഇറ്റാലിയൻ ടാങ്കറിൻ. അതൊരു സിട്രസ് ഫ്രൂട്ടാണ്. അതിനോടൊപ്പം തന്നെ നല്ല പഴുത്ത ഗ്രീൻ ആപ്പിളിൻ്റെ മണം. ഫോട്ടോ റിയലിസ്റ്റിക് ഗ്രീൻ ആപ്പിൾ, ഫ്രൂട്ടി, സ്വീറ്റാണ്, ഫ്രൂട്ടിയാണ്. പിന്നെ സിട്രസി നോട്ട് ചേർത്തിട്ടുണ്ട്. ഫ്രഷും ഫ്രൂട്ടിയും ചേരുമ്പോൾ ഉള്ളൊരു മണം. ഒരേ സമയം നമുക്ക് ഫ്രഷ് ആയിട്ട് തോന്നും, ഒരേ സമയം നമുക്ക് ഫ്രൂട്ടി ആയിട്ടും തോന്നും. ഇനി ഇത് കഴിഞ്ഞ് ഇതിൻ്റെ മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ കുറേ സ്പൈസിനെസ് വരും. അത് നമുക്ക് ഈ പെർഫ്യൂം എങ്ങോട്ടേക്കാണ് ഇത് പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. പ്രത്യേക രീതിയിൽ ഈ പെർഫ്യൂം സഞ്ചരിക്കുന്നത്. ആദ്യം കാണുന്ന ആ ഒരു ഫ്രഷ്, ഫ്രൂട്ടി, സ്വീറ്റ് ഈ മണം ഒന്ന് മാറി പിന്നെ പതിയെ ഇവൻ അല്പം സീരിയസ് ആവും. ആ സീരിയസ് ആവുന്ന സമയത്ത് ഒരു അല്പം ഡാർക്കായിട്ടുള്ള സ്പൈസിനെസ് എന്ന് പറഞ്ഞാൽ അതിൽ അല്പം വാനില, ടോങ്ക ബീൻ, സ്വീറ്റ്, സ്പൈസി. അതോടൊപ്പം തന്നെ സാഫ്രോൺ, കുങ്കുമപ്പൂവിൻ്റെ മണവും പിന്നെ വാനിലയുടെ ആ ഒരു ക്രീമി നേച്ചറും പിന്നെ സ്പൈസസും. വാം സ്പൈസി, കുത്തുന്ന സ്പൈസി അല്ല, വാം സ്പൈസി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്പൈസി, ഫ്രൂട്ടി, സ്വീറ്റ്, ഫ്രഷ് എല്ലാം ഉണ്ട് ഇതിൽ. ഒരു സിഗ്നേച്ചർ പെർഫ്യൂം എന്നൊക്കെ പറയില്ല, അപ്പോൾ അതേപോലെ ഒരു സിഗ്നേച്ചർ പെർഫ്യൂം ആക്കി എടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് നമ്മളുമായിട്ട് ഒരുപാട് ഒത്തിണങ്ങുന്ന ഒരു പെർഫ്യൂമാണ് ബ്രിയോണി EDP ഇൻറ്റൻസ്. ഒരു സിമ്പിൾ പ്രൊഫൈൽ അല്ല, ഇതിനൊരു ക്യാരക്ടറുണ്ട്. ഒരു ക്യാരക്ടർ ഇതിന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു തീം എനിക്ക് മനസ്സിലാവുന്നത് പറഞ്ഞു തരാം. ഈ പെർഫ്യൂം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. നമ്മൾ ഈ മിഷൻ ഇമ്പോസിബിൾ അല്ലെങ്കിൽ അതുപോലെ സ്പൈ ആക്ഷൻ സിനിമകളൊക്കെ നമ്മൾ ഹോളിവുഡ് കണ്ടിട്ടില്ലേ? അതിലൊരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഒരു പാർട്ടി, ഒരു നിഷ ക്ലബിൽ വില്ലനും അല്ലെങ്കിൽ ആ സംഘത്തലവൻ അവിടെ പങ്കെടുക്കുന്നു. അവിടെ ഒരു സ്പൈ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട്, ഉദാഹരണം നമുക്ക് ടോം ക്രൂസ് എടുക്കാം. ടോം ക്രൂസും നടിയും അവിടെ ചെല്ലുന്നു. അപ്പോൾ ആ ഒരു സ്പൈ ഓപ്പറേഷൻ ഒരു ക്ലബ്ബാണ്, ഒരു നൈറ്റ് പാർട്ടിയാണ്. അപ്പോൾ ആ ഒരു പാർട്ടിയിൽ നല്ലൊരു കറുത്ത കോട്ടൊക്കെ ഇട്ട് നല്ല വില കൂടിയ വസ്ത്രങ്ങളും ബെൽറ്റും ഷൂസൊക്കെ ധരിച്ച്, LVയുടെ ബെൽറ്റും ഷർട്ടും കോട്ടും സൂട്ടും, നല്ല ഒരു ടാക്സിഡോ ഷൂസൊക്കെ ഇട്ട്, ഓക്സ്ഫോർഡ് ഷൂസൊക്കെ ഇട്ട്, കയ്യിൽ പാറ്റക് ഫിലിപ്പിൻ്റെ ഒരു വാച്ചൊക്കെ ധരിച്ച് വളരെ മോഡേണായിട്ടുള്ള ഒരു നടൻ വളരെ മോഡേണായിട്ടൊക്കെ ഒന്ന് ഒരുങ്ങി ആ പാർട്ടിയിൽ പങ്കെടുക്കുന്നു. ആ പാർട്ടിയിൽ രണ്ടുപേരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ ചോർത്തിയെടുത്ത് മിഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ ഏറ്റവും നമ്മൾ എലൈറ്റ് ആണെന്ന് അല്ലെങ്കിൽ ബില്യണയർ ആണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു സെറ്റപ്പാണ് അവിടെ ഉള്ളത്. ആ ഒരു സെറ്റപ്പോട് കൂടി വേണം നമ്മൾ അവിടെ ചെല്ലാനും. അപ്പം അത്തരം സാഹചര്യങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു പെർഫ്യൂമാണ്. ഇപ്പം നിങ്ങൾക്ക് ആ പെർഫ്യൂമിനെ കുറിച്ചുള്ള ഒരു ക്യാരക്ടർ കൂടിയിട്ടില്ല. ഇതൊരു നമ്മളെന്തൊരു സെറ്റപ്പാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള DNA ആണ്. അത് വെറുതെ നമുക്ക് ഇങ്ങനെ ചുമ്മാ അടിച്ചിട്ട് പോകാൻ പറ്റുന്നതല്ല. സ്പെഷ്യൽ ഒക്കേഷൻസ് ഞാൻ പറഞ്ഞ ഇതുപോലുള്ള സാഹചര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന പെർഫ്യൂമാണ്. ഒരു റിച്ച് ഫീൽ തരുന്ന, അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു റിച്ച് അല്ലെങ്കിൽ ആഡംബരം ഫീൽ തരുന്ന ഒരു പെർഫ്യൂമാണ്. സിമ്പിളായിട്ട് ഒരു സാധാരണ ഒരു ഷർട്ടും പാൻറ്റും എടുത്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഈ പെർഫ്യൂമിനോട് ചെയ്യുന്ന ഒരു നീതികേടായിട്ട് തോന്നും. അപ്പോൾ ഇതിന് അതേപോലുള്ള ഒരു റിച്ച് ആയിട്ടുള്ള ഒരു ഒക്കേഷനിൽ വേണം ട്രൈ ചെയ്യാൻ. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു പ്രൊഫൈലല്ല, ഇതിനൊരു വെൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളൊരു പ്രൊഫൈലുണ്ട്. ആ പ്രൊഫൈലിന് ചേരുന്ന രീതിയിൽ വസ്ത്രധാരണം, ആറ്റിറ്റ്യൂഡ് എല്ലാം വേണം. എങ്കിൽ ഈ പെർഫ്യൂമായിട്ട് നമ്മൾ സിങ്ക് ആവും എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ പതിയെ ആ സ്പൈസിനെസ് വരാൻ തുടങ്ങി. സ്പൈസിനെസ്സിൽ സാഫ്രോൺ നോട്ട് കിട്ടും, പച്ചൂളിയുടെ നോട്ട് കിട്ടും, ഇതിൽ ഊതിൻ്റെ നോട്ട് ചേർത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഊതിൻ്റെ മണം അങ്ങനെയല്ല കിട്ടുന്നത്. ഇത് പെട്ടെന്ന് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്പം
ഒരു ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്. അത് ഊതിൻ്റെ മണമല്ല, ഒരു ഡെപ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഡെപ്താണ് ഊതായിട്ട് തോന്നുന്നത്. ഊതിൻ്റെ മണമില്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല, ഒരു കുത്തലോ ഒന്നുമില്ല. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും, ലേഡീസിന് എല്ലാവർക്കും, ചുറ്റുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മണമാണ്. ഒരു ഹെയ്റ്റേഴ്സ് ഇല്ല ഈ പെർഫ്യൂമിന് എന്ന് വേണമെങ്കിൽ പറയാം. ഞാനിത് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഡ്രൈ ഡോൺ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിന്ന് അടിച്ചു നോക്കിയിട്ട് ഞാൻ പിറ്റേ ദിവസം ഷർട്ട് മണത്തിയിട്ടു. ഇതിൻ്റെ ഡ്രൈ ഡോൺ ഒരു രക്ഷയില്ലാത്ത ഡ്രൈ ഡോൺ ആണ്, അടിപൊളി ഡ്രൈ ഡോൺ. അതൊരു സ്പൈസി വാനില ഡ്രൈ ഡോണിൽ നിന്നും എനിക്ക് പ്രൊജക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ആ ഷർട്ട് ഇടുമ്പോൾ എനിക്ക് ഡ്രൈ ഡോണിലെ ഒരു മണം സ്പൈസി, അത് ഒരു ബുൾഗാരി മാൻ ഇൻ ബ്ലാക്കിലേക്ക് ചെറിയൊരു സ്പൈസിനെസ് ആണ് ഡ്രൈ ഡോണിൽ വരുന്നത്. നല്ലൊരു ഡ്രൈ ഡോണിൽ സ്പൈസിനെസ്സും എന്താ പറയുക വാനിലയും ഒക്കെ ചേർന്ന്, അതിലും ഒരു ആംബ്രോക്സിൻ്റെ നോട്ട് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രൈ ഡോണിലും ഇത് പ്രൊജക്ട് ചെയ്യും. അപ്പം മികച്ച ഒരു ഡ്രൈ ഡോൺ, ഏറ്റവും കിടിലമായിട്ടുള്ള ഓപ്പണിങ്, നല്ലൊരു മിഡിൽ നോട്ട്, ഇതെല്ലാം ചേരുന്നതാണ് ബ്രിയോണി യൂറോപ്യൻ ടെൻസ്. ഒരേ സമയം പ്ലേഫുൾ ആണ്, ഒരേ സമയം മിസ്റ്റീരിയസ് ആണ്, ഒരേ സമയം ഫ്രഷ് ആണ്, ഒരേ സമയം ഫ്രൂട്ടി ആണ്, ഒരേ സമയം സ്വീറ്റ് ആണ്, ഒരേ സമയം ഡാർക്ക് ആണ്. ഇതാണ് ഈ പെർഫ്യൂം. നമുക്ക് ഒന്നിലും മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു പെർഫ്യൂം അല്ല. എല്ലാ ഒക്കേഷനും പറ്റിയ പെർഫ്യൂം, ഇവൻ ഓഫീസിലും കൊണ്ടുപോകാം, ഒക്കെ ഉപയോഗിക്കാം. ഓക്കെ, ഇത് ഞാൻ വാങ്ങി അന്ന് തന്നെ കുളിച്ച് രാവിലെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴുത്തിൽ 2 സ്പ്രേ, ഇടയ്ക്കൊന്ന് റിമൈൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം കഴുത്തിൻ്റെ താഴെ 2 സ്പ്രേ, പിന്നെ ഷർട്ടിൽ 4 സ്പ്രേ അടിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ടെറസിൽ പോയി. മണി എപ്പോഴേക്കും ഒരു 8:30 ആയിട്ടുണ്ടാവും. മുകളിൽ അമ്മ തുണി അലക്കുകയാണ്. ഞാൻ ചെന്നു. അപ്പോൾ ചെന്നപ്പോൾ അമ്മയ്ക്കറിയാം ഞാനിപ്പോൾ പെർഫ്യൂം അടിക്കുമ്പോൾ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, മണം വരുമ്പോൾ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പണ്ടേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഓരോ പെർഫ്യൂം ട്രൈ ചെയ്യാറുണ്ട്. അങ്ങനെ അമ്മയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ കോംപ്ലിമെൻറ്റ്, അങ്ങനെ മണം വരുന്നുണ്ടെന്നൊന്നും പറയാറൊന്നുമില്ല, ഞാൻ ചോദിക്കാറുമില്ല. പക്ഷേ ഇതടിച്ചിട്ട് ചെന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ കയറി വന്നപ്പോഴേ മണം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതൊന്ന്. അത് കഴിഞ്ഞ് എൻ്റെ അനിയൻ മോളിൽ കയറി വന്നു, എന്നിട്ട് പറഞ്ഞു, പെർഫ്യൂം വല്ല അടിച്ചായിരുന്നോ? ഞാൻ പറഞ്ഞു അടിച്ച രാവിലെ. അവൻ വന്ന് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. ഞാൻ പറഞ്ഞു അടിച്ചായിരുന്നു. ഏതാ? നമ്മൾ ബ്രിയോണി. അതിൻ്റെ മണമല്ലേ, കൊള്ളാമല്ലോ, നല്ല മണം, നല്ലപോലെ പ്രൊജക്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതും കഴിഞ്ഞ് മുകളിൽ ചെടിക്ക് വെള്ളം നനയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെടികൾ മുകളിൽ വളർത്തുന്നുണ്ട്, അതിൽ വെള്ളം നനയ്ക്കാൻ വേണ്ടിയിട്ട് അമ്മൂമ്മ കയറി വന്നു. അമ്മൂമ്മയും പറഞ്ഞു നല്ല മണം, നല്ല മണം. അപ്പോൾ ഒരു ദിവസം തന്നെ 3 കോംപ്ലിമെൻറ്റ് കിട്ടി. അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ എല്ലാ ദിവസവും ഓരോ സ്പ്രേ വെച്ച് അല്ലെങ്കിൽ പല പെർഫ്യൂം അൺബോക്സ് ചെയ്യും, അടിക്കും. അപ്പോൾ ഇവർക്കൊക്കെ ഈ മണങ്ങൾ കോമൺ ആയിട്ട് അറിയാവുന്നതാണ്. പല മണങ്ങളും എന്നെപ്പോലെ തന്നെ അവർക്കും അറിയാം ഈ മണങ്ങളൊക്കെ. അപ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മണങ്ങൾ വരുമ്പോഴാണ്, ഒത്തിരി യുണീക്ക് ആയിട്ടുള്ള മണങ്ങൾ വരുമ്പോഴാണ് ചോദിക്കുന്നത്, ഇതെന്ത് സ്പ്രേ, ഏത് സ്പ്രേ ആണെന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു യുണീക്ക് എക്സ്പീരിയൻസ് അവർക്ക് അനുഭവിക്കാൻ പറ്റിയതുകൊണ്ടാണ് ഒരു ദിവസം 3 കോംപ്ലിമെൻറ്റ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. സിമ്പിളാണ്, ഒന്ന് ആലോചിക്കുക. ഒരു ഡാർക്ക് എലമെൻറ്റും ഇല്ല, കുത്തലില്ല, ഒന്നുമില്ല. നിങ്ങൾ വാങ്ങിയിരിക്കേണ്ട ഒരു പെർഫ്യൂം, ഹൈ ക്വാളിറ്റി ജ്യൂസ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു നീഷ് പെർഫ്യൂമാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ നല്ല റേറ്റ് വാങ്ങിയവരെ. പക്ഷെ ക്വാളിറ്റി കൊണ്ടും മണം കൊണ്ടും ഒരു നീഷ് ക്വാളിറ്റിയുള്ള ജ്യൂസാണ്. ഫ്രൂട്ടി, സ്വീറ്റ്, ഫ്രഷ്, സ്പൈസി, ഇത്ര ഓർത്തിരുന്നാൽ മതി. ഫ്രൂട്ടിയാണ്, സ്വീറ്റാണ്, ഫ്രഷ് ആണ്, സ്പൈസിയാണ്. 4 ഒക്കേഷൻസിൽ യൂസ് ചെയ്യാം. ഇനി ഇതിൻ്റെ ലോങ്ജിവിറ്റി, ഞാൻ മെയിനായിട്ട് ഈ പെർഫ്യൂമിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഇതൊരു രാത്രി അല്ലെങ്കിൽ വൈകുന്നേരമാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ലോങ്ജിവിറ്റി 6-7 മണിക്കൂറാണ് ലോങ്ജിവിറ്റി. ആദ്യത്തെ 2.5 മണിക്കൂറും ഭയങ്കര പ്രൊജക്ഷനാണ്. അത് കഴിഞ്ഞ് പ്രൊജക്ഷൻ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ കിട്ടുന്ന രീതിയിലേക്ക് ചുരുങ്ങും. അപ്പോഴും ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, അടുത്ത മണം ഉണ്ടാവും. അതായത് 2.5 മണിക്കൂർ നന്നായിട്ട് ഇത് പുഷ് ചെയ്യും, പുറത്തേക്ക് നല്ലപോലെ ഇത് പ്രൊജക്റ്റ് ചെയ്യും, മണം നന്നായിട്ട് പുറത്തേക്ക് പോകും. അപ്പോൾ അത് 2.5 മണിക്കൂർ വളരെ സ്ട്രോങ് പ്രൊജക്ഷൻ, 6-7 മണിക്കൂർ ലോങ്ജിവിറ്റി ഉണ്ട്. EDP ഇൻറ്റൻസ് ആണിത്. ഇനി ഓഫീസിൽ യൂസ് ചെയ്യാം. ഓഫീസിൽ പോകുമ്പോൾ AC ആണെന്നുണ്ടെങ്കിൽ ഓഫീസിലകത്ത് വെച്ചിട്ടാണ് നിങ്ങൾ ട്രൈ ചെയ്യാൻ. കാരണം ഇതിൽ ഓപ്പണിങ്ങിന് ആ ഒരു ഗ്രീൻ ആപ്പിൾ സിട്രസ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഓഫീസിൽ വെച്ച് അകത്ത് വെച്ച് യൂസ് ചെയ്യുക. നിങ്ങൾ ഓഫീസിൽ ഡെയിലി യൂസ് ചെയ്യണമെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാം, പക്ഷേ വെയിലത്ത് അടിച്ചിട്ട് ഇറങ്ങരുത്. ഓഫീസ് AC ആണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി ഇതൊരു സിഗ്നേച്ചർ പെർഫ്യൂം ആക്കാൻ പറ്റിയൊരു മുതലാണ്. ഒക്കേഷൻ, ഏത് ഒക്കേഷൻ ഉപയോഗിക്കാം കേട്ടോ, അതിന് പ്രത്യേകിച്ച് ഒക്കേഷൻ ഒന്നുമില്ല, ഏത് സാഹചര്യത്തിൽ യൂസ് ചെയ്യാം. പാർട്ടി ആയിക്കോട്ടെ, ക്ലബിങ് ആയിക്കോട്ടെ, പിന്നെ അതുപോലെ തന്നെ ഡേറ്റ് നൈറ്റിലൊക്കെ അല്ലെങ്കിൽ രാത്രി ലവറായിട്ടൊക്കെ അല്ലെങ്കിൽ ഭാര്യയായിട്ടൊക്കെ പുറത്ത് പോകുമ്പോൾ, ഡിന്നർ കഴിക്കാൻ പോകുമ്പോൾ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പെർഫ്യൂം. നിങ്ങൾ സിനിമയ്ക്കൊക്കെ പോകില്ലേ, ആ സമയത്തൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഒന്ന് അടിച്ചിട്ടൊക്കെ അടുത്ത് വിരിക്കാം, കോംപ്ലിമെൻറ്റ് കിട്ടും. നിങ്ങൾക്കറിയാലോ, നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അടിച്ചിട്ട് ചെന്നിരിക്കും, ഉറപ്പായിട്ടും പറയും എന്ന്, കോംപ്ലിമെൻറ്റ് ചെയ്യുമെന്ന് ഉറപ്പുള്ള സാഹചര്യത്തിൽ അടിക്കുക, ഡെഫിനറ്റ് ആയിട്ട് കിട്ടും. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും പല പെർഫ്യൂം റിവ്യൂസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു പെർഫ്യൂം ഇരിക്കുന്നത്. ഡെഫിനറ്റ് ആയിട്ട് വാങ്ങുക, മിസ്സാക്കരുത്, ട്രൈ ചെയ്യേണ്ട പെർഫ്യൂമാണ്. ഹൈ ക്വാളിറ്റി ജ്യൂസ്, സിന്തറ്റിക് അല്ല, അടിപൊളി ഒരു പെർഫ്യൂം, നല്ലൊരു റിലീസാണ് അവരുടെ. ട്രൈ ചെയ്യുക, ട്രൈ ചെയ്തിട്ട് വാങ്ങുക. ഡ്രൈ ഡൗൺ ഉള്ള ഒരു സ്പൈസി സ്മെൽ ഉണ്ടല്ലോ, അത് ഒരു പ്രത്യേകതരം സ്പൈസി സ്മെല്ലാണ്. ഉദാഹരണത്തിന് ബ്ലൂ ഡേ ചാനലിൽ ട്രൈ ചെയ്തവർക്ക് അറിയാം, മിഡിൽ നോട്ട് അല്ലെങ്കിൽ ഡ്രൈ ഡൗൺ തമ്മിൽ ഒരു സ്പൈസി സ്മെല്ല് വരും. അത് ഭയങ്കര യുണീക്ക്, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മണം. അതുപോലെ തന്നെ ഇതിലും ഒരു സ്പൈസി നോട്ട് ചേർത്തിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് പിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് ആംബ്രോക്സിൻ്റെ ഒരു ചുവയുണ്ട്, ആംബ്രോക്സിനും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകതരം ഒരു
ഡിലൻ ബ്ലൂവിൻ്റെ ഡ്രൈ ഡൗണിൽ ആദ്യ കാലത്ത് ഇറങ്ങിയ ഡിലൻ ബ്ലൂവിൻ്റെ ഒരു ബാച്ചിന് ഒരു പ്രത്യേകതരം ഒരു സ്പൈസി ഇൻസെൻസിൻ്റെയും സ്പൈസിനെസിൻ്റെയും ആംബ്രോക്സിനൊക്കെ ചേരുമ്പോൾ ഒരു മണം വരും. അതൊരു ക്ലാസ് സ്മെല്ലാണ് അത്. ഒരു അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സ്പൈസി സ്മെല്ല് നമുക്ക് മിക്കലഫിൻ്റെ ഡേസർ ടോക്സിക്കിൽ ഇതുപോലെ ഒരു സ്പൈസി സ്മെല്ല് ചേർത്തിട്ടുണ്ട്. ഡേസർ ടോക്സിക് അതിലും ഒരു പ്രത്യേകതരം സ്പൈസി നോട്ട് ചേർത്ത് ആ ഒരു സ്പൈസിനെസ് എനിക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റും എന്ത് സ്പൈസി എന്നാണ് എനിക്കത് വരുന്നത് എനിക്കറിയില്ല. പക്ഷേ ഒരു രക്ഷയില്ലാത്തൊരു സ്പൈസി സ്മെല്ല്. ഈ ഒരു പെർഫ്യൂമിൻ്റെ കാര്യത്തിൽ ഇതിൽ ഓപ്പണിങ്ങും കൊള്ളാം, മിഡിൽ നോട്ടും കൊള്ളാം, ഡ്രൈ ഡൗണും കൊള്ളാം. മൂന്ന് മണമായിട്ട് മാറും. ഡ്രൈ ഡൗൺ അതിലേക്ക് ഒരു രക്ഷയില്ലാത്ത ഡ്രൈ ഡൗൺ. അത് നിങ്ങൾക്കത് ഷർട്ടിൽ നിങ്ങൾ അടിച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഷർട്ട് സ്മെല്ല് ചെയ്ത് നോക്കണം. അതിൽ ഡ്രൈ ഡൗൺ ഭയങ്കര സ്പൈസി ആംബ്രോക്സ് ആൻഡ് ഹെവി സ്മെല്ലായിട്ട് മാറും. ഒരു ക്ലാസ് പെർഫ്യൂം കേട്ടോ. ഇനി ഒരു 10 കൊല്ലം കഴിഞ്ഞാലും ഒരു 15 കൊല്ലം കഴിഞ്ഞാലും ഇത്തരം പെർഫ്യൂമുകൾ അന്നും മാർക്കറ്റിൽ റിലവൻ്റ് ആയിരിക്കും. ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക, ട്രൈ ചെയ്തിട്ട് വാങ്ങുക. ഇതൊരു യൂണീക്ക് എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക്.